നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണെന്ന്. വേനലവധിയൊക്കെ കഴിഞ്ഞ് പുത്തൻ പ്രതീക്ഷകളോടെ കുരുന്നുകൾ ഇന്നു മുതൽ സ്കൂളിൽ പോയി തുടങ്ങും. പുത്തൻ ഉടുപ്പും ബാഗും ഒക്കെ ഇട്ട് പുതിയ സൗഹൃദങ്ങളൊക്കെ പങ്കിടാൻ വീണ്ടും ഒരു സ്കൂൾ തുറപ്പ് കാലം കൂടി വരികയാണ്. 10 വർഷത്തിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഒരു സ്കൂൾ തുറപ്പ് കൂടിയാണിന്ന്. അതോടൊപ്പം തന്നെ വിലക്കയറ്റം എന്നൊരു പ്രതിസന്ധി കൂടി നമ്മൾ നേരിടേണ്ടതുണ്ട്. പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ വില കൂടിയിരിക്കുകയാണ്. ഒപ്പം പാചകവാതക വിലയും കൂടിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി വാർത്തകളുമായി ഇന്നത്തെ വാർത്താ പ്രഭാതം ആരംഭിക്കാം. നോക്കാം ടോപ്പ് headlines. IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഫൈനലിൽ വിജയശില്പിയായി വിരാട് കോഹ്ലി. അർദ്ധ സെഞ്ചുറി നേടിയത് 23 പന്തിൽ. കോഹ്ലിയുടെ അതിവേഗ IPL അർദ്ധ സെഞ്ചുറി. RCBക്ക് ഇത് 2ാം IPL കിരീടം. അവധിക്കാലം കഴിഞ്ഞ് കുരുന്നുകൾ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് തിരികെ. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ HSSൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ജില്ലകളിലും ജില്ലാതല പ്രവേശനോത്സവങ്ങളും നടക്കും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ഹർജി ഇന്ന് പരിഗണിക്കും. അന്വേഷണം മതിയായ തെളിവില്ലാതെ എന്ന് വാദം. റെയ്ഡിൽ ലഭിച്ച തെളിവുകൾ ED മുദ്രവെച്ച കവറിൽ നൽകും. ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. പാചകവാതക വിലയിൽ വീണ്ടും വർധന. വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ചത് 46 രൂപ. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മിൽമ പാലിനും തൈരിനും ഇന്നു മുതൽ വില കൂടും. പാലിന് 4 രൂപയും തൈരിന് 10 രൂപയും വർദ്ധിക്കും. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം ബുധനാഴ്ചയോടെ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. അതിരപ്പള്ളിയിലെ കാട്ടാന പ്രശ്നത്തിൽ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ഇന്ന്. മന്ത്രി ഷിബു ബേബി ജോൺ, തൃശൂർ ജില്ലാ കളക്ടർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ. യോഗം രാവിലെ 10 മണിക്ക് ചാലക്കുടിയിൽ. കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടിക്കൊന്ന മോഹന്റെ കുടുംബത്തെ മന്ത്രി സന്ദർശിക്കും.